ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് കയറി വരുന്നുണ്ടെങ്കിലേ അതിനോട് നോ പറയാനായിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാലാണ് ജീവിതത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് കർത്താവ് നോ പറയേണ്ട കാര്യങ്ങളോട് നോ പറയണം. കർത്താവ് വളരെ ശക്തമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിക്കുന്നു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 28-ഉം 29-ഉം തിരുവചനങ്ങളിലെ കർത്താവ് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായിട്ട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. നിൻ്റെ പ്രവൃത്തി മാത്രമല്ല കർത്താവ് നോക്കണേ, വാട്ട് ഈസ് ഇൻസൈഡ് യുവർ ഹാർട്ട്. നിൻ്റെ ചിന്തകൾ വിശുദ്ധമാണോ? നിൻ്റെ വിചാരങ്ങൾ വിശുദ്ധമാണോ? നിൻ്റെ നിയോഗങ്ങൾ വിശുദ്ധമാണോ? ഇതാണ് കർത്താവ് പരിശോധിക്കുന്നത്. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക, വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്തെറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാളും നല്ലത് അവയവങ്ങളൊന്ന് നഷ്ടപ്പെടുകയാണ്. നമ്മൾ എന്തുമാത്രം ശക്തമായിട്ട് ചില